സ്വാഗതം. 1 മിനിറ്റ് ഗൾഫ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 19ാമത് ദുബായ് എയർ ഷോക്ക് ഇന്ന് സമാപനമാകും. 98 രാജ്യങ്ങളിൽ നിന്നുള്ള 1.5 ലക്ഷത്തോളം പേരാണ് എയർ ഷോയിൽ ഇതുവരെ പങ്കെടുത്തത്. എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ബില്യൺ കണക്കിന് ഡോളർ മൂല്യമുള്ള കരാറുകളാണ് മേളയുടെ ഭാഗമായി ഒപ്പിട്ടത്. UAE-യിൽ ഇന്നലെ മുതൽ അനുഭവപ്പെടുന്ന മൂടൽമഞ്ഞ് അടുത്ത ദിവസങ്ങളിലും തുടരും. അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തീരദേശ ഉൾനാടൻ പ്രദേശങ്ങളിൽ ദൃശ്യപരത ഗണ്യമായി കുറയും. അതിരാവിലെയുള്ള യാത്രക്കാർ വേഗത കുറയ്ക്കാനും ലോ ബീം ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കാനും അകലം പാലിക്കാനും അധികൃതർ നിർദ്ദേശം നൽകി. റാസൽ ഖൈമ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തീരുമാനം. പുതിയ VVIP ടെർമിനലും ഒരു സ്വകാര്യ ജെറ്റ് ഹാങ്ങറുമാണ് ഒരുക്കുക. ഫാൽക്കൺ എക്സിക്യൂട്ടീവ് ഏവിയേഷനുമായി സഹകരിച്ചാണ് റാക്ക് വിമാനത്താവളത്തിൽ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ടെർമിനൽ 2027 പ്രവർത്തനം ആരംഭിക്കും. ഈ വർഷം ഇതുവരെ വിശുദ്ധ ഉംറ കർമ്മം നിർവഹിച്ചത് 54 ലക്ഷത്തിലേറെ പേർ. സൗദി ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഉംറ നിർവഹിച്ചവരിൽ ഭൂരിപക്ഷ തീർത്ഥാടകരും സൗദി പൗരന്മാരാണ്. കുടുംബവുമായി എത്തിയാണ് കൂടുതൽ പേരും ഉംറ നിർവഹിച്ചത്. ഖത്തറിൽ അരങ്ങേറുന്ന ഫിഫ അറബ് കപ്പ് 2025 വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഡിസംബർ 1 മുതൽ 18 വരെയാണ് അറബ് ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റിലൊന്നായ ഫിഫ അറബ് കപ്പ് നടക്കുക. 16 ദേശീയ ടീമുകൾ കിരീടത്തിനായി പോരാടും. രാജ്യത്തിന്റെ ദേശീയ ദിനം ആഘോഷമാക്കി ഒമാൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു. രാജ്യത്ത് ഇന്നും ആഘോഷങ്ങളും വെടിക്കെട്ടും നടക്കും. ബഹ്റൈനിൽ സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ ബസ്സുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി. വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി ഗൾഫ് സുപ്രഭാതം ഫോളോ ചെയ്യും.